പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ ധാർഷ്ട്യ ഭാവത്തിൽ തന്നെയാണ് CPM ഇപ്പോഴും. അഹങ്കാരത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അന്ന് തെരഞ്ഞെടുപ്പിന് LDF സ്വീകരിച്ച മുദ്രാവാക്യം, LDF എന്ന് പറയുമ്പോൾ അത് CPM തീരുമാനിക്കുന്നതാണ്. അവർ പറയും CPM അടക്കമുള്ള മറ്റ് ഘടകകക്ഷികൾ അത് സമ്മതിക്കും, അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് LDF സ്വീകരിച്ച മുദ്രാവാക്യവും ആ ധിക്കാരഭാവത്തിലുള്ളതായിരുന്നു. LDF സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ CPM തയ്യാറാക്കുന്നു, അത് CPI അടക്കമുള്ള മറ്റ് ഘടകകക്ഷികൾ ഏറ്റെടുക്കുന്നു, അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു. എന്തായിരുന്നു ആ മുദ്രാവാക്യം? കേരളത്തെ നയിക്കാൻ LDF അല്ലാതെ ആരുണ്ട് എന്ന് വെച്ചാൽ LDF ഉള്ളൂ, ബാക്കി UDF എന്നൊക്കെ പറഞ്ഞവരും പീറ, അവരെയൊന്നും ഇവിടെ കണക്കാക്കുക പോലും വേണ്ട. അവരാകെ 10-30 സീറ്റ് കിട്ടും, ബാക്കി 100 സീറ്റിലധികം നേടി ഞങ്ങൾ വീണ്ടും 3ാം തവണ പിണറായി വിജയൻ അധികാരത്തിൽ വരും, ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്. ആ മുദ്രാവാക്യമാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. അത് ജനങ്ങളെടുത്ത് കൊട്ടയിലിട്ടു. എന്നിട്ട് കുറേ കാലമായി. എന്നിട്ട് പോലും ഇപ്പോഴും CPMൻ്റെ നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള ധിക്കാര മനോഭാവം അല്ലെങ്കിൽ ധാർഷ്ട്യത്തിൻ്റെ സ്വഭാവം, സമീപനം മാറുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ MV ഗോവിന്ദൻ മാർക്സ്, അദ്ദേഹം CPMനെ വിജയത്തിലേക്ക് നയിച്ച ആളാണ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? CPMനെ നയിക്കാൻ പിണറായി വിജയനും ഞാനുമല്ലാതെ മറ്റാരുണ്ട്? ഞങ്ങളെ മാറ്റിയിട്ട് ആരാണ് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുക? വെറുതെ പറഞ്ഞൊന്നുമല്ല. CPM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കീഴ്ഘടകങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന മേഖലാ സമ്മേളനത്തിൽ അദ്ദേഹം യാതൊരു ഉളുപ്പും കൂടാതെ മടിയും കൂടാതെ പ്രസംഗിച്ച കാര്യമാണ് ഈ പറയുന്നത്. ഒരുതരം ഭീഷണി അല്ലെങ്കിൽ വെല്ലുവിളി. അതിലൊരു പശ്ചാത്തലമുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നടന്ന ചർച്ചകളിൽ അല്ലെങ്കിൽ പരാജയ കാരണങ്ങളെക്കുറിച്ചുള്ള അവലോകനങ്ങളിൽ ജില്ലാ കമ്മിറ്റി മുതൽ താഴോട്ട് ശക്തമായിട്ട് ഉയർന്നൊരാവശ്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സിനെയും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പിലൂടെ വന്ന പിണറായി വിജയനും മാറ്റണം, പുതിയ നേതൃത്വം വരണം എന്നുള്ളതായിരുന്നു. അത് ഏരിയ കമ്മിറ്റി വരെ ഈ ആവശ്യം അതിശക്തമായിട്ട് ഉയർന്നു. പക്ഷേ പിന്നീട് താഴെ ഘടകങ്ങളിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുതിയ റിപ്പോർട്ടുണ്ടാക്കി അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. അതിനിതിനെക്കുറിച്ച് മിണ്ടുന്നേയില്ല, നേതൃമാറ്റത്തെക്കുറിച്ച് പറയുന്നേയില്ല, അതിനുള്ള ധൈര്യമില്ല, അത് അവരങ്ങ് വെട്ടിക്കളഞ്ഞു. താഴെ നിരയിലുള്ള അണികളുടെ ആവശ്യം ഈ സംസ്ഥാന നേതൃത്വം അങ്ങ് വെട്ടിക്കളഞ്ഞു. എന്നിട്ടാണ് അദ്ദേഹം മേഖലാ സമ്മേളനങ്ങളിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ ഭീഷണികൾ ഉയർത്തുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? CPM നേതൃത്വത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, എന്നെയും പിണറായി വിജയനെയും ഞങ്ങളിരിക്കുന്ന പദവികളിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം വെറും വ്യാമോഹമാണ്. ഞങ്ങളെ മാറ്റും, സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കും, സംസ്ഥാന കമ്മിറ്റി തന്നെ അഴിച്ചുപണിയും, ഇങ്ങനെയൊക്കെയുള്ള പല പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ചിലരുടെ ആവശ്യങ്ങളാണ്, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റിയിട്ട് പിന്നെ ആരെ വെക്കാനാ? അത് ചോദിക്കുമ്പോഴൊരു ധാർഷ്ട്യമുണ്ടല്ലോ, അതിൽ ഉറഞ്ഞു കിടക്കുന്ന അഹങ്കാരം. കണ്ണൂരുകാരായ ഞങ്ങളെ, പിണറായി വിജയനെ എന്നെയും മാറ്റിയിട്ട് ഏതവനാടാ ആ കസേരയിൽ കയറി ഇരിക്കാൻ പോകുന്നത്? അതിനിതൊക്കെ കഴിവുള്ളവർ അല്ലെങ്കിൽ ധൈര്യമുള്ളവർ അല്ലെങ്കിൽ നേതൃപാഠമുള്ളവർ ആരാണ് ഈ പാർട്ടിയിലുള്ളത്? അങ്ങനെയാണോ ഈ പാർട്ടിയുടെ അവസ്ഥ? ഈ രണ്ടുപേരില്ലെങ്കിൽ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കുറേ കൂടെ ഇതിനേക്കാൾ വളരെയേറെ മെച്ചമായിട്ട് കൊണ്ടുപോകാൻ, മുന്നോട്ട് നയിക്കാൻ പറ്റിയ നേതൃത്വം ഈ പാർട്ടിക്കില്ലേ? അങ്ങനെയാണോ മറ്റ് നേതാക്കളെ ധരിച്ചു വച്ചിരിക്കുന്നത്? കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് രൂപവൽക്കരണത്തിൽ പിണറായി വിജയന് താല്പര്യമുള്ളവരെ മാത്രം തെരഞ്ഞുപിടിച്ച് അംഗങ്ങളാക്കിയപ്പോൾ പുറത്തേക്ക് പോയവർ, ഇപ്പോൾ ഒഴിവാക്കി നിർത്തപ്പെട്ടിരിക്കുന്നവർ, മറ്റു ജില്ലകളിലുള്ളവർ, അവരാരും നേതാക്കളല്ലേ? ഇവർ രണ്ടുപേരെയുള്ളൂ നേതാക്കൾ. LDF അല്ലെങ്കിൽ മറ്റാരുണ്ട്? അതുപോലെ ഞാനും പിണറായി വിജയനും അല്ലെങ്കിൽ മറ്റാരുണ്ട് ഈ പാർട്ടിയെ നയിക്കാൻ? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതാ തറവാട്ട് സ്വത്തായിട്ട് എഴുതി കിട്ടിയതാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയ്ക്ക് തീരെഴുതി കൊടുത്തതാണോ? എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഉത്തരവാദിത്തപ്പെട്ട നേതാവ് തന്നെയാണ് ഈ പറയുന്നത്. ഞങ്ങളെയൊക്കെ മാറ്റാൻ ധൈര്യമുള്ളവൻ വരുന്നെങ്കിൽ വരുന്നിട എന്നുള്ളൊരു ധിക്കാര മനോഭാവം. അങ്ങനെയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പെരുമാറേണ്ടത്? താഴെ ഘടകങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടതല്ലേ? നിങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ സംസ്ഥാന കമ്മിറ്റി പാസ്സാക്കിയ പ്രമേയത്തിൽ നിന്ന്
അല്ലെങ്കിൽ റിപ്പോർട്ടിൽ നിന്ന് അവലോകന റിപ്പോർട്ടിൽ നിന്ന് ഈ ആവശ്യങ്ങൾ എങ്ങനെയാണ് ഇല്ലാതായി പോയത്? അതെങ്ങനെയാണ് വായുവിൽ വിലയം പ്രാപിച്ചു പോയത്? ആവിയായി പോയോ ഈ ആവശ്യങ്ങൾ? എന്നിട്ട് പറയുകയാണ് ഞങ്ങളെ മാറ്റാൻ പലർക്കും ആഗ്രഹമുണ്ട്, പലരും ആ വഴിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങളൊക്കെ തുടരുമെന്ന്, ഞങ്ങളെ മാറ്റാൻ ആരുണ്ടെന്ന്, ഞങ്ങൾ മാറിയാൽ പിന്നെ ആരുണ്ടെന്ന്, അതാണ് പ്രധാന ചോദ്യം. മാറ്റാമെന്ന് വയ്ക്കുക, എന്നിട്ട് പകരം ആരെ വെക്കാനാ നിങ്ങൾ ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയകരമായി നയിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്, ഞാനല്ലാതെ മറ്റാരുണ്ട് ഈ പാർട്ടിയെ നയിക്കാനെന്ന്. ഇത് ഞങ്ങളുടെ പാർട്ടിയാണ്, ഞങ്ങൾ നയിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അത് ചോദിക്കാനും പറയാനും ഈ ജില്ലാ കമ്മിറ്റിക്കാരൊക്കെ ആരാ? നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഓരോ ആവശ്യങ്ങൾ പറയാം, ജില്ലാ കമ്മിറ്റി മുതൽ താഴോട്ട് ഏരിയ കമ്മിറ്റിക്കാർക്ക് പറയാം. പക്ഷേ ഞങ്ങളാണ് ഓരോ പദവികൾ വിട്ടുപോകേണ്ടത്. ഞങ്ങളിന്ന് ഈ പാർട്ടി നൽകിയ അധികാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും സുഖശീതളിമടിയും നിഴലിൽ കഴിയുന്നവരാ. അതൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കണോ? AC വീട്, AC കാറ്, AC ഓഫീസ്, വിമാനയാത്ര. പണ്ടത്തെ പോലെ സഖാക്കള് മംഗലാപുരം എക്സ്പ്രസ്സിൽ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണോ യാത്ര ചെയ്യുന്നത്? അല്ലല്ലോ. അതൊക്കെ പുരോഗമിച്ചു. 3rd AC ആയി, 2nd AC ആയി, ഇപ്പോൾ വിമാനത്തിലാ. മനസ്സിലായില്ലേ? അങ്ങനെ പാർട്ടി വളർന്നു. ഞങ്ങൾ ആ പാർട്ടിയുടെ വളർച്ചയ്ക്കൊപ്പം വളർന്നവരാ. അതൊക്കെ ഉപേക്ഷിക്കണോ? ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ധിക്കാരം കാണിക്കാൻ പറ്റുമോ? ധാർഷ്ട്യം കാണിക്കാൻ പറ്റുമോ? ജനങ്ങളെ വെല്ലുവിളിക്കാൻ സാധിക്കുമോ? സത്യം പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന അണികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും അവന് കഞ്ഞിവെള്ളം കൊടുക്കുന്ന മറ്റ് പാർട്ടി സഖാക്കളെ തല്ലിച്ചതയ്ക്കാനും ഞങ്ങൾക്ക് സാധിക്കുമോ? അവരൊക്കെ ഉണ്ടാക്കിയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അതൊക്കെ ചുട്ടരിക്കാൻ കഴിയുമോ? എതിർത്ത് നിൽക്കുന്നവനെ 52 വെട്ടുവെട്ടി കൊല്ലാൻ സാധിക്കുമോ? ഈ വക സൗകര്യങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ എത്ര കാലമായി? ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത എത്ര പേരെയാണ് ഞങ്ങൾ ഉന്മൂലനം ചെയ്തത്? ഈ പദവികൾ തന്ന പ്രത്യേക സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇന്നത്തെ ജീവിതം നയിക്കുന്നത്, ഞങ്ങളുടെ ഇഷ്ടം പോലെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതങ്ങ് വിട്ടുകൊടുക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല, അത് വേണ്ടെന്ന് വയ്ക്കാനും തയ്യാറല്ല. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത് പറയാം, പ്രസംഗിക്കാം, കമ്മിറ്റി യോഗങ്ങളിൽ ഒച്ച വയ്ക്കാം, പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങളില്ലെങ്കിൽ പിന്നെ ആരുണ്ട് ഈ പാർട്ടിയെ നയിക്കുന്നതിന്? ആലോചിച്ച് നോക്കണം. ഈ പറയുന്നത് പാർട്ടിയെ വലിയ വിജയത്തിലേക്ക് നയിച്ച ഒരാളാണെന്ന്. എങ്ങനെ ഈ പാർട്ടി പരാജയപ്പെട്ടു എന്നത് സംബന്ധിച്ച റിപ്പോർട്ടിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വല്ലാതെ പരാജയപ്പെട്ടപ്പോൾ, വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ ഒരു തീരുമാനമെടുത്തു. കേരളത്തിലെ മുഴുവൻ ഭവനങ്ങളിലും CPM പ്രവർത്തകർ ചെല്ലണം, അവിടെയുള്ളവരെ കാണണം, പാർട്ടിക്ക് പറ്റിയ പരാജയത്തെപ്പറ്റി പറയണം, തെറ്റുകൾ തിരുത്തുന്നതിനെപ്പറ്റി സംസാരിക്കണം, എല്ലാ വീടുകളിലും എത്തണം പാർട്ടി പ്രവർത്തകർ. അങ്ങനെ തീരുമാനിച്ചതാ. എന്നിട്ട് റിപ്പോർട്ടിൽ പറയുന്നത് എന്താ? മറ്റേതെങ്കിലും സോഴ്സസിനെ നമ്മൾ ആശ്രയിക്കുകയോ വിശ്വസിക്കുകയോ വേണ്ട. ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? 30% വീടുകളിൽ പോലും ഗൃഹസന്ദർശന പരിപാടി നടത്താൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നാ പറയുന്നത്. ആരാ? റിപ്പോർട്ട് സമർപ്പിക്കുന്ന പാർട്ടി സെക്രട്ടറിയാ. ഇത് കഴിയാതെ പോയത് ആരുടെ കഴിവില്ലായ്മ കൊണ്ടാ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ലേ അതിന് ഉത്തരവാദി, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അല്ലേ? ഈ 30% വീടുകളിൽ പോലും പോയില്ല എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ എന്താണ് ധരിക്കേണ്ടിയിരുന്നത്? ഈ പാർട്ടി പ്രവർത്തകർക്ക് ഇതുപോലെയുള്ള എക്സർസൈസുകളിൽ യാതൊരു വിശ്വാസവുമില്ല, ഉണ്ടായിരുന്ന വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു എന്നല്ലേ? പാർട്ടി തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ടപ്പോൾ വീടുകളിൽ ചെന്ന് സുവിശേഷം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് അണികൾക്കറിയാം, ബോധ്യമുണ്ടവർക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ നിർദ്ദേശം ധിക്കരിച്ചുകൊണ്ട് അവർ ഇതിന് പോകാതിരുന്നത്. അത് നിങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും സെക്രട്ടേറിയറ്റും മനസ്സിലാക്കേണ്ടതായിരുന്നു. നിങ്ങളുടെ പരാജയമാണതെന്ന് കണക്കാക്കേണ്ടതായിരുന്നു. പാർട്ടി അണികൾക്ക്, പ്രവർത്തകർക്ക് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതെന്ന് മനസ്സിലാക്കണമായിരുന്നു. അന്ന് തന്നെ ഈ പാർട്ടി സെക്രട്ടറി രാജിവെക്കേണ്ടതാണ്. കാരണം എന്താ? ഒരു വലിയ കാമ്പയിൻ പാർട്ടി
തീരുമാനിക്കുക, അത് നടപ്പാക്കാൻ അണികൾക്ക് ആഹ്വാനം കൊടുക്കുക. എന്നിട്ട് 30% താഴെ വീടുകളിലാണ് ഗൃഹസന്ദർശനം നടന്നതെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് കണക്കവരുടെ വെക്കാറുണ്ടല്ലോ. അത് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ഒരു സെക്രട്ടറി എന്തിനാണെന്ന് ഈ പാർട്ടിക്ക്? തെരഞ്ഞെടുപ്പിന് മുമ്പേ അദ്ദേഹം രാജിവെച്ചൊടിഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ തളിപ്പറമ്പിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന് ഇല്ല, വേറൊരു സ്ഥാനാർത്ഥി വരുമായിരുന്നു. അങ്ങനെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ പോലും ആ രാജി സ്വാധീനിക്കുമായിരുന്നു. അത് ചെയ്തില്ല. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തതൊക്കെ നമ്മൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞ് അതിലേക്കൊന്നും പോകുന്നില്ല. എന്നിട്ടിപ്പോൾ വന്നു നിന്നുകൊണ്ട് അഹങ്കാരം പറയുകയാണ്, ഞാനും പിണറായി വിജയനും ഇല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ പാർട്ടിയെ നയിക്കുക എന്ന്. ഈ പാർട്ടി അണികൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിലൊരു പാർട്ടി സെക്രട്ടറിയെ കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അതിന് പിണറായി വിജയനെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുക. ഞാനും പിണറായി വിജയനും, ഞങ്ങളില്ലെങ്കിൽ പിന്നെ ആര്? LDF അല്ലെങ്കിൽ പിന്നെ ആരുണ്ടെന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുക. ആലോചിക്കേണ്ടത് പാർട്ടി അണികളാണ്. പാർട്ടി ദേശീയ നേതൃത്വമൊക്കെ കാണുന്നുണ്ടോ? ഇന്നലെ MAV സഖാവിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനുഷ്യരോട് മാന്യമായിട്ട് പെരുമാറുന്നതിൽ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും വീഴ്ച പറ്റിയെന്ന്. ഇത് കുറേ വർഷങ്ങളായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സഖാവേ. പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും പെരുമാറ്റം, മനുഷ്യരോടുള്ള പെരുമാറ്റം, സാധാരണ ജനങ്ങളോട് അവരെ അനുവർത്തിച്ചു പോന്നിരുന്ന നയം, അവരെ കാശിന് 16ആയിട്ടാണ് കണ്ടത്. നിങ്ങൾ ഈ കിബി വഴി ഉണ്ടാക്കിയ കുറേ കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും പടം കാണിച്ചാൽ അവരൊക്കെ വന്ന് അണിയണിയായി വന്ന് വോട്ട് ചെയ്യുമെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചു പോയി. വോട്ടർക്ക് കൊടുക്കേണ്ട മാന്യത, ഒരു പൗരന് കൊടുക്കേണ്ട ബഹുമാനം നിങ്ങൾ കൊടുത്തില്ല. സാധാരണ മനുഷ്യരോടെന്നാണ് ബേബിസാവ് പറഞ്ഞത്. പോട്ടെ, സാധാരണ പ്രവർത്തകരോടെങ്കിലും ഈ നേതാക്കൾ മാന്യമായിട്ട് പെരുമാറിയിരുന്നുവെങ്കിൽ. ഒരു പാർട്ടി സമ്മേളനത്തിൽ എന്തോ ചോദിച്ചതിനാണല്ലോ നമ്മുടെ കാരണഭൂതർ പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കാൻ. അത് പാർട്ടിക്കാരനാ, വെറുതെക്കാരനല്ല, അന്യനല്ല. സാധാരണ പാർട്ടി പ്രവർത്തകരോട് നിങ്ങളുടെ നേതാക്കൾ മാന്യമായിട്ട് പെരുമാറിയിരുന്നുവെങ്കിൽ എന്ന് വേണം തിരുത്താൻ ആ പ്രസ്താവന. ഇപ്പം കയ്യും കാലും അടിച്ചിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞുപോയ കാര്യങ്ങളാ. ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഒറ്റ അവസരമേ കിട്ടത്തുള്ളൂ 5 വർഷത്തിലൊരിക്കൽ ഇതിനൊക്കെ കണക്ക് പറയാൻ. അവർ കണക്ക് ചോദിച്ചു, നിങ്ങൾക്കെതിരായിട്ട് വോട്ട് ചെയ്തു. നിങ്ങൾ പറഞ്ഞു LDF അല്ലാതെ മറ്റാരുണ്ടെന്ന്, വേറെ ആളുകളുണ്ടെന്ന് വോട്ടർമാർ തെളിയിച്ചു കൊടുത്തു. അതാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി സർക്കാരിനെതിരെ നിരന്തരം സമരം നടത്തിയേക്കാമെന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോഴൊരു ഗ്രേസ് പീരീഡ്, ഒരു മധുവിധുകാലം ഏത് പ്രതിപക്ഷവും അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നതാണ്. അതിനവർ തയ്യാറല്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പ്ലീഡറെ നിയമിച്ചതടക്കം, അല്ലെങ്കിൽ 2-3 വൈസ് ചാൻസലർമാർ മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയത് അടക്കം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെതിരെ സമരവും പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുക. ഇന്നിപ്പോൾ രാവിലെ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സൗജന്യ യാത്രയ്ക്ക് അവസരം ഒരുക്കുന്നതിൻ്റെ ഉദ്ഘാടനം നടന്നു. അതിനെല്ലാ MLA-മാരെയും ക്ഷണിച്ചതാണ്. സകല MLA-മാരെ, LDF അടക്കമുള്ള MLA-മാരെ ക്ഷണിച്ചതാണ്. അവരത് ബഹിഷ്കരിച്ചു. UDF പറഞ്ഞത് മുഴുവൻ ട്രാൻസ്പോർട്ട് ബസ്സുകളിലും കൊടുക്കൂ, ഇത് ഓർഡിനറി, അതുപോലെയൊക്കെയുള്ള സിറ്റി ബസ്, അതുപോലെയൊക്കെയുള്ള ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ബഹിഷ്കരിച്ചിരിക്കുക. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു അനുഗ്രഹമായി മാറുന്ന ഒരു സ്കീമായത്. അതിനോട് സഹകരിക്കാൻ പോലും LDF MLA-മാർക്ക് അനുവാദമില്ല, സ്വാതന്ത്ര്യമില്ല, പോകണ്ടെന്ന് പറഞ്ഞിരിക്കുക. 1969 ഇതായിരുന്നു സ്ഥിതി. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് C. അച്യുതമേനോൻ ഡൽഹിയിൽ നിന്ന് വന്ന് ഇവിടെ മുഖ്യമന്ത്രിയായത്. അന്ന് AKGയും EMSും പറഞ്ഞു, വെടിവെപ്പോ ലാത്തിച്ചാർജോ ഇല്ലാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ഭരണകാലത്ത് ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന്. അതവരതുപോലെ ചെയ്തു കേട്ടോ. KSRTC സമരവുമായി ബന്ധപ്പെട്ട് മട്ടന്നൂരിനടുത്ത് ഒരു ബസ്സിന് തീ വെച്ച് 4 പേരെയാണ് കൊന്നത്. CPM സമരസഖാക്കൾ, വിപ്ലവകാരികൾ.
അതുപോലെ സമരത്തിൽ ഇറങ്ങിയിരിക്കുക, അല്ലെ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുക CPM. മനസ്സിലായില്ലേ? പക്ഷേ ആ കാലമല്ല, 69 അല്ല 2026 എന്ന് CPM ഓർക്കുന്നത് നല്ലത്. അതിനൊന്നും ആളെ കിട്ടുന്നില്ല, ഗ്രഹസന്ദർശനത്തിന് ആളെ കിട്ടുന്നില്ല. പിന്നല്ലേ സെക്രട്ടേറിയറ്റിൻ്റെയും കളക്ട്രേറ്റുകളുടെയും പഠിക്കൽ, സമരം നടത്തി അടി വാങ്ങാനും ജയിലിൽ റിമാൻഡിൽ പോകാനും പ്രവർത്തകരെ കിട്ടുന്നത്. അവർക്ക് കളി മനസ്സിലായിട്ടുണ്ട്. പിണറായി വിജയൻ്റെ മകൾ പ്രതിയായ സാമ്പത്തിക കുറ്റത്തിൽ റെയ്ഡ് നടത്താൻ വന്ന ED-ക്കാരെ തല്ലിയതിന് അവരെ കയറി ഇടിച്ചു, അവരുടെ വണ്ടി തകർത്തു. ഇപ്പോൾ സഹാക്കൾ കിടക്കുക ജയിലിൽ, ഗോതമ്പുണ്ട നിന്നുകൊണ്ടിരിക്കുക. ഗോതമ്പുണ്ട നിന്നുകൊണ്ട് കിടക്കുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരു സഖാവ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ഗോതമ്പുണ്ടയല്ല മട്ടണും ബീഫും ഉണ്ടെന്ന്. ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ഇപ്പം മട്ടണും ബീഫും ഉണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും സഖാക്കൾ ഇനി ജയിലിൽ പോകാനായിട്ട് തയ്യാറാവില്ല. ഈ നേതാക്കൾക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ജനങ്ങളുടെ ആവശ്യം കൊണ്ടേ വരും, സമരത്തിന് വരും. അല്ലാതെ ഈ പാർട്ടി നേതാക്കൾക്ക് വേണ്ടി ഇനി വന്ന് ഇടി കൊള്ളാനും അടി കൊള്ളാനും ജയിലിൽ പോകാനും അണികളുണ്ടാവത്തില്ല. 69 അല്ല 2026. പക്ഷെ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള സമരവുമായി മുന്നോട്ട് നീങ്ങും. 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ഈ സർക്കാരിനെ മര്യാദയ്ക്ക് ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക. 2, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഈ വലിയ ക്ഷീണത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധയകറ്റുക, പ്രവർത്തകരെ വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടുക. അവർ ഈ പരാജയത്തിൻ്റെ കാഠിന്യം മറക്കണം. അതാണ് പുതിയ പരിപാടി. അവിടെയും ഒരു കാര്യമുണ്ട്, ഈ സമരങ്ങളെ ഞാനും പിണറായി വിജയനും ചേർന്ന് നയിക്കും. മറ്റാരുടെ കൂടെ നയിക്കാൻ മറ്റാരും അതിന് തയ്യാറാവുകയും വേണ്ട, ഞങ്ങൾ നയിക്കും. ഇൻകുലാബ് സിന്ദാബാദ്.